മഹാഗുരുശരണം അരുണാചലേശ്വരായ നമ. തിരുനേർ അണ്ണാമലൈ അത് നേരെ പുറകിലാണെന്നാണ് പറയുന്നത്. ഇത് തിരുവണ്ണാമലയുടെ നേരെ പുറകിൽ അണ്ണാമലൈ എന്നുള്ള ആ ഒരു രൂപത്തിൽ മഹാദേവൻ അരുണാചലേശ്വരർ ഇരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് 8.20 കിലോമീറ്ററാണുള്ളത് കേട്ടോ. തിരുനേർ അണ്ണാമലൈ ടെമ്പിളാണ്. അപ്പോൾ ഇതൊരു വിശേഷപ്പെട്ട ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ആ നിരുതി നിരുതി ലിംഗം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു ഉദ്ദേശം 500 മീറ്റർ മുന്നോട്ട് വരുമ്പോഴാണിത് അണ്ണാമല ക്ഷേത്രം കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിക്കുകയാണ്, റോട്ടിൽ നിന്നാണ് കാണിക്കുന്നത്. പിന്നെ അതിൽ തന്നെ ആ ദേവിയുടെ തിരുനേർ ഉണ്ണാമലൈ അമ്മൻ ടെമ്പിൾ. അപ്പോൾ അവിടെ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ആ ദേവനും ദേവിയും തന്നെ ഇവിടെ പുറകിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയിരിക്കുന്നുണ്ട്, മലയുടെ പുറകിൽ. ഇത് തിരു ഉണ്ണാമലൈ അമ്മൻ ടെമ്പിളാണിത് കേട്ടോ. അമ്മൻ സന്നിധിയാണ് അണ്ണാമല ഇതിനോട് ചേർന്നിട്ട്. പിന്നെ ഇവിടെ ഗായത്രി ദേവിയുടെ ഇതുണ്ട്. അവിടെ കുട്ടികൾക്ക് പേനയൊക്കെ കൊടുക്കും അവിടെ ഇരിക്കുന്ന സ്വാമി കേട്ടോ. അത് ഗായത്രി ദേവിയുടെ അമ്പലമാണ്, ഇതിനോട് ചേർന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വയ്ക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് ഗായത്രി ദേവിയോട് ഇത് ചെയ്യുന്ന ഇവിടെ നവഗ്രഹങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഗിരിവലത്തിൽ മനസ്സുകൊണ്ട് പങ്കുകൊള്ളുക. എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ, അത് ആരോഗ്യമായാലും സമ്പത്തായാലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമായാലും വിവാഹ കാര്യമായാലും ജോലി സംബന്ധമായും സ്ഥല സംബന്ധമായും എല്ലാം നടക്കാനായിട്ട് ഞാനിവിടെ സങ്കല്പം ചെയ്യുകയാണ്. അത് ചെയ്തു വരുമ്പോഴാണ് ഇവിടെ വലതുവശത്ത് വീര ആഞ്ജനേയർ തിരുക്കോവിൽ. നല്ല നിമിത്തമാണ്. ഇതെനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന്. ഇവിടെ കാണുന്നു വീര ആഞ്ജനേയർ. വീരൻ എന്ന് പറഞ്ഞാൽ വീരശൂരത്വം, കാര്യസാധ്യത്തിന് പോകുന്ന ആഞ്ജനേയരുടെ സങ്കല്പമാണ് ഇവിടെ കേട്ടോ. അതുകൂടി കാണിക്കുന്ന ക്ഷേത്രം. നട ആഞ്ജനേയരെ കാണാം, അകത്തുകൂടി കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ സങ്കല്പങ്ങളെല്ലാം ഈ ഗിരിവലത്തിൽ വെച്ച് അരുണാചലേശ്വരനോടും ദേവിയോടും സങ്കല്പം പ്രാർത്ഥിച്ചുകൊണ്ട് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഗിരിവലം തുടരുന്നു, നമ്മുടെ ഗിരിവലം തുടരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.